ഹായ് ഫ്രണ്ട്സ്, ആലിയാസ് ലിറ്റിൽ ജോയ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിതിലേക്ക് ചേർക്കുന്ന കൂട്ടാണ് ഇതിനെ വെറൈറ്റി ആക്കുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 4 ഉണക്കമുളക്, പിന്നെ ഒരു ചെറിയ പീസ് കറുവാപ്പട്ട, ഒരു ചെറിയ ഗ്രാമ്പ്, പിന്നെ 4 അല്ലി വെളുത്തുള്ളിയുമാണ്. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഒത്തിരി ഫൈനായിട്ട് അങ്ങ് അരയാൻ പാടില്ല. നമ്മളിത് പിന്നീട് എണ്ണയിലിട്ട് വഴറ്റുന്നതുകൊണ്ട് തന്നെ ഇത് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഈ മുട്ട റോസ്റ്റ് റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് 5 പുഴുങ്ങിയ മുട്ടയാണ്. ഈ മുട്ട ഓരോന്നും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ മുട്ടയിലും ഒരു 4-5 കീറലിട്ട് കൊടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചെറുതായിട്ട് ചൂടായതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം ചൂടാക്കാനായിട്ട്, അല്ലെങ്കിൽ മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇത് ചെറുതായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമ്മൾ വരഞ്ഞു വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതെപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ വേണം. ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഈ മസാലയൊക്കെ ഈ മുട്ടയിൽ നന്നായിട്ട് കോട്ടാകുന്നത് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ മസാലയൊക്കെ മുട്ടയിൽ നന്നായിട്ട് പൊതിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ഇത് കോരി മാറ്റാം. നമ്മൾ ഈ മുട്ടയിൽ വരഞ്ഞ് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ചെയ്തിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഈ പാനിലുള്ള മസാലയിൽ ഒരല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇനി ഈ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഈ മുട്ട റോസ്റ്റ് തയ്യാറാക്കാൻ ഏറ്റവും നല്ലത്. എണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 2 ഗ്രാമ്പു, പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവാപ്പട്ട, 1 ഏലക്കയും കൂടി ചേർത്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തരിതരിപ്പായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ശരിക്കും ഈ കൂട്ടി ചേർത്ത് തയ്യാറാക്കുന്ന മുട്ട റോസ്റ്റിന് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയൊക്കെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റും ചേർത്ത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് 4 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ മുട്ട റോസ്റ്റ് തയ്യാറാക്കുമ്പോൾ സവോള നല്ല തിന്നായിട്ട് അരിയുമ്പോൾ അതിന് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി സവോള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് ചെറുതായിട്ട് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 2-3 മിനിറ്റ് നേരത്തേക്ക് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിക്കുമ്പോൾ സവോളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ സവോള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർക്കാനുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ മസാല ചതച്ചതിൽ മല്ലിയും പെരിഞ്ജീരകവും ഒക്കെ ചേർത്തത് കൊണ്ട് തന്നെ ഇതിൽ കുറച്ച് മസാല മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ചേർത്ത മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റുക. ഇനി ഇത് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടാവും. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു വലിയ തക്കാളിയാണ്. അപ്പോൾ തക്കാളിയൊക്കെ നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞു വെച്ചതാണിത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും. തക്കാളി ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടൊന്ന് അടച്ച് വേവിക്കുകയാണെങ്കിൽ തക്കാളി പെട്ടെന്ന് വെന്ത് കിട്ടും.
ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. കറി തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ മുട്ട മസാല ചേർത്തതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം മുട്ട ഫ്രൈ ചെയ്തപ്പോൾ മുളക് പൊടി ചേർത്തിട്ടുണ്ട്, പിന്നെ ചതച്ച കൂട്ടിലേക്കും ഉണക്കമുളക് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവിയിൽ മുളക് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചേർക്കാനായിട്ട്. ഈ സമയത്ത് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. മുട്ട ചേർത്തതിന് ശേഷം ഒരു തിള വന്നതിന് ശേഷം നമുക്കിത് ഒരു 10 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഡ്രൈ ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചധികം ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണിത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമാവും തന്നെ വിചാരിക്കുന്നു. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.